വിദേശത്ത് പോയിട്ടേ നമ്മൾ ആഡ്സ് ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് പെർമിഷൻസ് കിട്ടാനായിട്ട് ഈസിയാണ്. സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ പല സ്ഥലത്തും ഷൂട്ട് ചെയ്തു. അതിലൊരു യുംഫ്രോ യോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലം. അവിടെ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ട്രെയിൻ ക്യാമറാമാൻ പറഞ്ഞു അതിൻ്റെ ലൈറ്റിംഗ് വൈസ് ഇപ്പോഴത്തെ ട്രാക്കിലേക്ക് മാറ്റിയിട്ട് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ സ്റ്റേഷൻ മാസ്റ്റർ എടുത്ത് റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് 10 മിനിറ്റ് കൊണ്ട് ഒരു ട്രെയിൻ ഇവിടെ കിടക്കുന്ന ട്രെയിൻ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടു. ഷൂട്ടിംഗ് ഫ്രണ്ട്ലി, ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണ് ഈ കൺട്രീസ്. അതുപോലെ തന്നെ ഞാൻ ഒരു റെയിൽവേ സ്റ്റേഷൻ, തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഒരു പെൺകുട്ടി ഓടുന്നത് ബേൺ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ ആ ലൊക്കേഷൻ്റെ പെർമിഷൻ എടുക്കാൻ വേണ്ടി അതിൻ്റെ ആള് അദ്ദേഹം ഒരു ബുക്ക്, അന്ന് ഈ മറ്റേ ഒരു എന്താ പറയുക ഇങ്ങനെ കണക്കെഴുതുന്ന ടൈപ്പ് ഒരു ബുക്കും കൊണ്ടാണ് ആൾ വരുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് പെർമിഷൻ തരുന്നതെന്ന് നമുക്ക് തോന്നില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ പൈസ കൊടുത്തു, ആൾ റെസീപ്റ്റ് കൈയോടെ എഴുതി തന്നു. ഓൺ സ്പോട്ട് പെർമിഷൻ കിട്ടി. ഷൂട്ടിങ്ങിനാണെങ്കിൽ അവിടെ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. പിന്നെ നമ്മൾ വിദേശത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലേബർ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില സമയത്ത് ലൈറ്റുകൾ നമ്മൾ റെൻ്റ് എടുത്തിട്ട് നമ്മൾ ഡയറക്ടറും ചില സമയത്ത് മറ്റുള്ള കൂടെ നിൽക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് അവരൊക്കെ ലൈറ്റ്സ് പിടിക്കേണ്ടി വരും. ലൈറ്റ് ബോയ്സ് ആയിട്ട് മാറേണ്ടി വരും. കാരണം അവിടെ ലൈറ്റിന് 25,000 ആയിരിക്കും റെൻറ്റ്, ലൈറ്റ് ബോയ്ക്ക് 40,000 ബാറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ബഡ്ജറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ, പക്ഷേ അതൊരു രസമാണ്. നമ്മൾ ചെറിയൊരു ക്രൂ, ഒരു 10 പേരുള്ളൊരു ക്രൂ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരാം.